10th സ്റ്റാൻഡേർഡ് 6th ചാപ്റ്റർ മാറുന്ന ഭൂമി. വാക്കുകൾ കൊണ്ട് വിവരിക്കാൻ കഴിയുന്നതിനേക്കാൾ ഭീകരമായിരുന്നു അന്നത്തെ രാത്രി. അതിഭയാനകമായ ശബ്ദം കേട്ടാണ് ഞങ്ങൾ ഞെട്ടിയുണർന്നത്. സമയം 3 മണിയോട് അടുക്കുന്നു. പുറത്ത് അതിശക്തിയായി മഴ പെയ്യുന്നുണ്ടായിരുന്നു. അതിശക്തമായ ഉരുൾപൊട്ടൽ അടുത്തെവിടെയോ സംഭവിച്ചതാണെന്ന് മനസ്സിലായി. എങ്ങനെയെങ്കിലും ഓടി രക്ഷപ്പെടണം എന്ന് മാത്രമായിരുന്നു ഞങ്ങളുടെ ചിന്ത. പുറത്തേക്കിറങ്ങിയപ്പോൾ ഭയന്നു വിറച്ചു. പാറകൾ തമ്മിലിടിച്ചു പൊട്ടിത്തെറിച്ച് താഴേക്ക് പതിക്കുന്നതിൻ്റെ അതിഘോര ശബ്ദം. പലയിടങ്ങളിലായി ആളുകളുടെ നിലവിളി. വീടിനു പുറകിലെ കാട്ടിലൂടെ എത്താവുന്നത്ര ഉയരത്തിലേക്ക് ഓടിക്കയറി. കുറച്ചു കഴിഞ്ഞപ്പോൾ ശബ്ദം കുറഞ്ഞു. അതോടെ ഞങ്ങൾ തിരികെ വീട്ടിലേക്ക് വന്നു. ഭാഗ്യത്തിന് ഞങ്ങളുടെ വീടിരുന്ന ഭാഗത്തുകൂടിയല്ല ഉരുൾപൊട്ടിയത്. ഇനി ഞങ്ങളുടെ അയൽപക്കങ്ങളിൽ താമസിച്ചിരുന്നവർ കൂടി രക്ഷപ്പെട്ടോ എന്നറിയണം. ഓരോരുത്തരുടെയും പേരു വിളിച്ചലറി. കുട്ടികൾ ഉൾപ്പെടെ ഒരു കൂട്ടം മനുഷ്യർ ഓടിയെടുക്കുന്ന കാഴ്ചയാണപ്പോൾ കണ്ടത്. ഞങ്ങളുടെ വീടിരുന്ന മലഞ്ചെരുവിൽ ഏതാനും മീറ്റർ താഴെ താമസിച്ചിരുന്നവർ. അവരുടെ ദേഹം അപ്പാടെ ചളിയായിരുന്നു. എല്ലാവരും ഭയം കൊണ്ട് വിറയ്ക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ കാതടുപ്പിക്കുന്ന ശബ്ദത്തോടെ രണ്ടാമത്തെ പൊട്ടുപൊട്ടി. പിന്നൊന്നും നോക്കാതെ ഞങ്ങൾ എല്ലാവരും വീടുവിട്ട് കുന്നിൻ മുകളിൽ സുരക്ഷിതമെന്ന് തോന്നിയ ഒരിടത്തേക്ക് ഓടി. കേരളത്തിൻ്റെ ചരിത്രത്തിൽ സമാനതകളില്ലാത്ത പ്രകൃതി ദുരന്തങ്ങളിലൊന്നായി അടയാളപ്പെടുത്തി 2024 ജൂലൈ 30 പുലർച്ചെ വയനാട് ജില്ലയിൽ മേപ്പാടിക്കടുത്ത് പലയിടങ്ങളിലായി സംഭവിച്ച ഉരുൾപൊട്ടലുകളിലെ ഒരു അതിജീവിതയുടെ അനുഭവസാക്ഷ്യമാണ് നമ്മൾ വായിച്ചത്. എല്ലാ ഭൗമപ്രതിഭാസങ്ങളും വിനാശകാരികളാണോ? ഉരുൾപൊട്ടൽ പോലുള്ള ഭൗമപ്രതിഭാസങ്ങൾ എത്രത്തോളം വിനാശകാരികളാണെന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. എന്തുകൊണ്ടാണ് ഇത്തരം വിനാശകാരികളായ ഭൗമപ്രതിഭാസങ്ങൾ ഉണ്ടാകുന്നത്? ഇവ മുൻകൂട്ടി പ്രവചിക്കാൻ ആകുമോ? ഭൗമപ്രതിഭാസങ്ങൾ ദുരന്തങ്ങളാകുന്നത് എപ്പോഴാണ്? ഇത്തരം ഭൗമപ്രതിഭാസങ്ങൾ ദുരന്തങ്ങളാകാതിരിക്കാൻ നമുക്കെന്തൊക്കെ മുൻകരുതൽ സ്വീകരിക്കാനാകും? എന്താണ് വിപത്ത്? എന്താണ് ദുരന്തം? ദുരന്ത നിവാരണ പദ്ധതികളുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ മനസ്സിലാക്കുന്നതിന് മുന്നോടിയായി ദുരന്ത നിവാരണ പ്രവർത്തനങ്ങളിൽ പതിവായി ഉപയോഗിക്കുന്ന ചില പദങ്ങൾ നാം പരിചയപ്പെടേണ്ടതുണ്ട്. വിപത്ത്, ദുരന്തം, നഷ്ടസാധ്യത, അഘാതസാധ്യത, കൈകാര്യക്ഷമത എന്നിവയാണ് അവ. ജീവജാലങ്ങളുടെ ജീവനും ആരോഗ്യത്തിനും വസ്തുവകകൾക്കും സേവനങ്ങൾക്കും പരിസ്ഥിതിക്കും സാമൂഹ്യ സാമ്പത്തിക മേഖലകൾക്കും വെല്ലുവിളി ഉയർത്തുന്ന സാഹചര്യത്തെ വിപത്തെന്ന് പൊതുവായി വിവക്ഷിക്കാം. ജനങ്ങൾക്ക് തങ്ങളുടെ കഴിവുകളും ലഭ്യമായ വിഭവങ്ങളും ഉപയോഗിച്ച് ഒരു വിപത്തിനെ നേരിടാൻ സാധിക്കാതെ വരികയും അതുവഴി സാമൂഹിക, സാമ്പത്തിക, പാരിസ്ഥിതിക മേഖലകളിൽ വ്യാപകമായ നാശനഷ്ടങ്ങൾ സൃഷ്ടിക്കപ്പെടുകയും തൽഫലമായി തങ്ങളുടെ ദൈനംദിന ജീവിതത്തിൽ വലിയ ക്ഷതങ്ങൾ ഏൽപ്പിക്കുകയും ചെയ്യുന്ന ഗുരുതരമായ ഒരു സ്ഥിതിവിശേഷമാണ് ദുരന്തം. ദുരന്തത്തിന് ഒരു പ്രേരക ശക്തിയായി പ്രവർത്തിക്കുന്ന ഒരു ഭൗതിക പ്രക്രിയയാണ് വിപത്ത്. ഉദാഹരണമായി, ജനവാസം തീരെയില്ലാത്ത ഒരു മരുഭൂമിയിൽ ഉണ്ടാകുന്ന അതിശക്തമായ ഒരു ഭൂകമ്പം പോലും ദുരന്തമായി പരിണമിക്കുകയില്ല. മാനുഷിക പ്രവർത്തനത്താലോ പ്രകൃത്യാലോ വിപത്തുകൾ സംഭവിക്കാം. ഏതൊരു വിപത്തിനെയും ഒരു ജനതയ്ക്ക് ഫലപ്രദമായി നേരിടാൻ സാധിക്കുന്നില്ല എങ്കിൽ അതൊരു ദുരന്തമായി പരിണമിക്കാം. ഒരു പ്രദേശത്ത് ഒരു നിശ്ചിത സമയത്തിനുള്ളിൽ ഒരു നിശ്ചിത ദുരന്തം മൂലം പ്രതീക്ഷിക്കാവുന്ന നാശനഷ്ടങ്ങളുടെ അളവാണ് നഷ്ടസാധ്യത അഥവാ റിസ്ക്.
ഒരു ദുരന്തത്തിൻ്റെ പശ്ചാത്തലത്തിൽ ദുരന്തസ്ഥലത്തോ സമീപ പ്രദേശങ്ങളിലോ പ്രതീക്ഷിക്കാവുന്ന അപായങ്ങളുടെയും നാശനഷ്ടങ്ങളുടെയും തോതാണ് ആഘാതസാധ്യത. ഒരു ദുരന്തത്തെ നേരിടാനോ പ്രതിരോധിക്കാനോ ലഘൂകരിക്കാനോ തരണം ചെയ്യാനോ അതിജീവിക്കാനോ ഉള്ള ഒരു ജനതയുടെ കഴിവ്, വിഭവങ്ങൾ, മാർഗങ്ങൾ എന്നിവയാണ് കാര്യക്ഷമത എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. നാം അധിവസിക്കുന്ന ഭൗമോപരിതലം സമതലം പോലെ ഒരേ നിരപ്പിലാണോ കാണപ്പെടുന്നത് എന്ന് ചോദിക്കുന്നുണ്ട്. ഭൗമോപരിതലം നിരന്തരമായ മാറ്റങ്ങൾക്ക് വിധേയമാണ്. ദശലക്ഷക്കണക്കിന് വർഷങ്ങളായി ഭൂമിയുടെ ഉള്ളിലും ഉപരിതലത്തിലുമായി നിരവധി ചലനങ്ങളും പ്രക്രിയകളും നടക്കുന്നുണ്ട്. ഈ ചലനങ്ങളുടെയും പ്രക്രിയകളുടെയും ഫലമായാണ് ഭൗമോപരിതലത്തിലെ ഓരോ ഭൂരൂപവും രൂപം കൊള്ളുന്നത്. പർവ്വതങ്ങൾ, പീഠഭൂമികൾ, താഴ്വരകൾ, നദികൾ ഇവയൊക്കെയും രൂപം കൊണ്ടിട്ടുള്ളതും നിരന്തരമായി നടക്കുന്ന ഇത്തരം ഭൗമചലനങ്ങളുടെയും ഭൗമചലനങ്ങളെ രണ്ടായി തിരിച്ചു. അന്തർജന്യ ചലനങ്ങൾ എന്നും ബാഹ്യജന്യ ചലനങ്ങൾ എന്നും. എന്താണ് അന്തർജന്യ ചലനങ്ങൾ? ഭൂമിയുടെ അന്തർഭാഗത്ത് വ്യത്യസ്ത തീവ്രതയിൽ പ്രവർത്തിക്കുന്ന പ്രക്രിയകളാണ് ഇവ. ഭൂമിയുടെ അന്തർഭാഗത്ത് വ്യത്യസ്ത തീവ്രതയിലെ അന്തർജന്യ ചലനങ്ങൾ. ഇതിന് കാരണമായ ബലങ്ങളാണ് ഭൂമിക്കുള്ളിലെ ആദിമതാപം, ഭൂമിയുടെ ഭ്രമണം, ഭൗമതാപ വ്യതിയാനം, സംവഹന പ്രവാഹം തുടങ്ങിയവ. ഇനി എന്താണ് ബാഹ്യജന്യ ചലനങ്ങൾ? ഭൗമോപരിതലത്തിലെ വ്യത്യസ്ത തീവ്രതയിൽ പ്രവർത്തിക്കുന്ന പ്രക്രിയകളാണ് ഇവ. ഇതിന് കാരണമായ ബലങ്ങളാണ് ഭൂപ്രദേശങ്ങളുടെ ചെരിവ്, ഭൂഗുരുത്വാകർഷണം, ഒരു വസ്തു മറ്റൊരു വസ്തുവിന്മേൽ ചെലുത്തുന്ന സമ്മർദ്ദം, താപവ്യതിയാനവും മറ്റും മൂലം തന്മാത്രകളിലുള്ള സമ്മർദ്ദം, ഒഴുകുന്ന ജലം, ഹിമാനികൾ, കാറ്റ്, ഭൂഗർഭജലം, തിരമാല, വിവിധ രാസപ്രവർത്തനങ്ങൾ തുടങ്ങിയവ ബാഹ്യജന്യ പ്രക്രിയകൾക്ക് കാരണമാണ്. ഇനി സംവഹന പ്രവാഹങ്ങൾ. ഭൂമിയുടെ ഉള്ളിലേക്ക് പോകുന്തോറും താപം വർദ്ധിച്ചു വരുന്നുവെന്ന് നമുക്കറിയാം. അണുവികിരണ ശേഷിയുള്ള മൂലകങ്ങളുടെ സാന്നിധ്യം ഭൂമിയുടെ മാന്റിലിൽ താപവ്യതിയാനം ഉണ്ടാക്കുന്നു. ഈ താപവ്യതിയാനം മൂലം മാഗ്മ തിളച്ച് ഭൂവൽക്ക ഭാഗത്തേക്ക് ഉയരുന്നു. ഭൂവൽക്ക ഭാഗത്തോട് അടുക്കുന്ന മാഗ്മ തണുക്കുകയും താഴുകയും ചെയ്യുന്നു. വീണ്ടും മാഗ്മ ചൂടായി ഭൂവൽക്ക ഭാഗത്തേക്ക് ഉയരുന്നു. മാന്റിലിൽ താപവ്യതിയാനം മൂലം മാഗ്മ ചാക്രികമായി ചലിക്കുന്ന പ്രക്രിയയാണ് സംവഹന പ്രവാഹം. ഒരു ബീക്കറിൽ കുറച്ചു വെള്ളം തിളപ്പിച്ച് ഏതാനും പേപ്പർ കഷണങ്ങൾ ഇടുക. ബീക്കറിൻ്റെ അടിഭാഗത്ത് ജലപാളി ചൂടായി മുകളിലേക്ക് വരുന്നതും മുകളിലെത്തി തണുത്ത് താഴേക്കു പോകുന്നതും ബീക്കറിൽ നിക്ഷേപിച്ച പേപ്പർ കഷണങ്ങളുടെ ചലനത്തിനനുസരിച്ച് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇതേ രീതിയിലാണ് ഭൂമിയുടെ മാന്റിലിൽ താപവ്യതിയാനം മൂലം മാഗ്മ ചലിക്കുന്നത്. ഭൂകമ്പങ്ങൾ, അഗ്നിപർവ്വത പ്രവർത്തനങ്ങൾ, പർവ്വത രൂപീകരണം, ഭൂഖണ്ഡ രൂപീകരണം, ഫലകചലനം എന്നിവയെല്ലാം അന്തർജന്യ ചലനങ്ങളുടെ ഫലമായി സംഭവിക്കുന്നതാണ്. ഭൂകമ്പം, അഗ്നിപർവ്വത പ്രവർത്തനം, പർവ്വത രൂപീകരണം, ഫലകചലനം ഇവയെല്ലാം. അന്തർജന്യ ചലനങ്ങളെ മന്ദചലനങ്ങളെന്നും ദ്രുതചലനങ്ങളെന്നും രണ്ടായി തിരിക്കാം. മന്ദചലനങ്ങൾക്ക് ഉദാഹരണമാണ് ഭൂഖണ്ഡ രൂപീകരണ പ്രക്രിയ, പർവ്വത രൂപീകരണ പ്രക്രിയയൊക്കെ. ഇനി ദ്രുതചലനങ്ങൾക്ക് എക്സാമ്പിളാണ് ഭൂകമ്പം, അഗ്നിപർവ്വത പ്രവർത്തനങ്ങൾ.
ഭൂവൽക്ക ഭാഗങ്ങളെ ചലിപ്പിക്കുവാനോ ഉയർത്തുവാനോ അല്ലെങ്കിൽ ഭൂവൽക്ക ഭാഗങ്ങളെ നിർമ്മിക്കുവാനോ കഴിയുന്ന അന്തർജന്യ പ്രക്രിയകളാണ് മന്ദചലനങ്ങൾ. ഒരു വിശാല ഭൂവൽക്ക ഭാഗം ഉയർന്നു വരുന്നതിന് കാരണമാകുന്ന പ്രക്രിയകളാണ് ഭൂഖണ്ഡ രൂപീകരണ പ്രക്രിയ. ഇവ ഭൗമോപരിതലത്തിൽ ചെറിയ തോതിലുള്ള മാറ്റങ്ങൾക്ക് മാത്രമേ കാരണമാകുന്നുള്ളൂ. എന്നാൽ പർവ്വത രൂപീകരണ ചലനങ്ങൾ ഭൂവൽക്കത്തിൽ വലിയ തോതിലുള്ള മാറ്റങ്ങൾക്ക് കാരണമാകുന്നു. പർവ്വതങ്ങളുടെ രൂപീകരണത്തിന് കാരണമാകുന്ന ചലനങ്ങളാണ് പർവ്വത രൂപീകരണ ചലനങ്ങൾ. ഭൂവൽക്ക ഭാഗങ്ങൾ മടങ്ങി ഉയർന്നാണ് മടക്കുപർവ്വതം രൂപം കൊണ്ടത്. ഖണ്ഡപർവ്വതങ്ങളും ഭ്രംശതാഴ്വരകളും എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. ഭ്രംശനം എന്ന പ്രക്രിയയുടെ ഫലമായി ഒരു ഭൂവൽക്ക ഭാഗം ഉയർത്തപ്പെട്ട് രൂപപ്പെടുന്ന പർവ്വതങ്ങളാണ് ഖണ്ഡപർവ്വതങ്ങൾ. ഭ്രംശനം എന്ന പ്രക്രിയയുടെ ഫലമായി ഒരു ഭൂവൽക്ക ഭാഗം ഉയർത്തപ്പെട്ട് രൂപപ്പെടുന്ന പർവ്വതങ്ങൾ ഖണ്ഡപർവ്വതങ്ങൾ. ഇതിൻ്റെ ഫലമായി രൂപപ്പെടുന്ന താഴ്വരകൾ ഭ്രംശതാഴ്വരകൾ. ഭൂമിയുടെ ഏറ്റവും പുറംപാളിയായ ഭൂവൽക്കവും മാന്റിലിൻ്റെ ഉപരിഭാഗവും ചേർന്ന് രൂപപ്പെടുത്തുന്ന ഭാഗമാണ് ലിത്തോസ്ഫിയർ ശിലാമണ്ഡലം. ശരാശരി 100 കിലോമീറ്റർ കനമുള്ളതും ഖരാവസ്ഥയിലുമുള്ള ഈ പാളിയുടെ തൊട്ടുതാഴെ ശിലകൾ ദ്രാവകാവസ്ഥയിൽ സ്ഥിതി ചെയ്യുന്ന അസ്തനോസ്ഫിയർ എന്ന മേഖലയെപ്പറ്റി നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇവിടെ നിന്നാണ് ശിലാദ്രവം അഥവാ മാഗ്മ ശിലാമണ്ഡലത്തിലെ വിള്ളലുകളിലൂടെയും ദുർബല പ്രദേശങ്ങളിലൂടെയും ഭൗമോപരിതലത്തിലേക്ക് വമിക്കുന്നത്. ഭൗമാന്തർഭാഗത്ത് നിന്ന് ശിലാദ്രവത്തോടൊപ്പം വാതകങ്ങൾ, ചാരം, ശിലാഖണ്ഡങ്ങൾ, പൊടിപടലങ്ങൾ, നീരാവി തുടങ്ങിയവ ഭൗമോപരിതലത്തിലേക്ക് പുറന്തള്ളുന്ന ഇത്തരം മാർഗങ്ങളാണ് അഗ്നിപർവ്വതങ്ങൾ. ഇങ്ങനെ പുറംതള്ളുന്ന വസ്തുക്കളെ അഗ്നിപർവ്വത വസ്തുക്കൾ എന്നാണ് അറിയപ്പെടുന്നത്. ഉപരിമാന്റിലിൽ സ്ഥിതി ചെയ്യുന്ന ശിലാദ്രവത്തെ മാഗ്മ എന്ന് വിളിക്കുന്നു. എന്നാൽ ഭൗമോപരിതലത്തിലേക്ക് എത്തുന്നതോടെ ഇവ ലാവ എന്ന് അറിയപ്പെടുന്നു. അഗ്നിപർവ്വത പ്രവർത്തനങ്ങൾ. മാഗ്മയുടെ രൂപീകരണം. മാഗ്മയുടെയും മറ്റ് അഗ്നിപർവ്വത വസ്തുക്കളുടെയും ഭൗമോപരിതലത്തിലേക്കുള്ള ചലനം. ശിലാമണ്ഡലങ്ങളിലെ സുഷിരങ്ങളിലൂടെയും വിള്ളലുകളിലൂടെയുമുള്ള അവയുടെ പുറംതള്ളൽ. തത്ഫലമായുണ്ടാകുന്ന സ്ഫോടനം. ലാവാപ്രവാഹം, മാഗ്മയുടെ ഘനീകരണം എന്നിവ ആഗ്നേയ ഭൂരൂപങ്ങളുടെ രൂപീകരണം തുടങ്ങി ഇതുമായി ബന്ധപ്പെട്ട എല്ലാ പ്രവർത്തനങ്ങളെയും പൊതുവായി അഗ്നിപർവ്വത പ്രവർത്തനങ്ങൾ എന്ന് വിളിക്കുന്നു. അഗ്നിപർവ്വത പ്രവർത്തനങ്ങളുടെ ഫലമായി ഭൗമോപരിതലത്തിലെത്തിച്ചേരുന്ന ശിലാദ്രവം ഭൗമോപരിതലത്തിൽ വിവിധ നിർമ്മിതികൾ രൂപപ്പെടുത്തുന്നു. ഇവയാണ് അഗ്നിപർവ്വതങ്ങൾ. വലുപ്പത്തിലും ആകൃതിയിലും ഇവ വ്യത്യാസപ്പെട്ടിരിക്കുന്നു. അഗ്നിപർവ്വത സ്ഫോടനത്തിൻ്റെ സ്വഭാവത്തെയും അവ ഭൗമോപരിതലത്തിൽ രൂപപ്പെടുത്തുന്ന നിർമ്മിതികളുടെയും അടിസ്ഥാനത്തിൽ അഗ്നിപർവ്വതങ്ങളെ ഷീൽഡ് അഗ്നിപർവ്വതങ്ങൾ, കോമ്പോസിറ്റ് അഗ്നിപർവ്വതങ്ങൾ, കാൽഡറ എന്നിങ്ങനെ തിരിക്കാം. ഭൗമോപരിതലത്തിൽ ലാവ പരന്നൊഴുകി അതിവിശാലമായ ബസാൾട്ട് പ്രളയസമതലങ്ങൾ രൂപപ്പെടാറുണ്ട്. ഇന്ത്യയിലെ ഡക്കാൻ പ്രവിശ്യ ഇത്തരത്തിൽ രൂപപ്പെട്ട ഒന്നാണ്. കരയിലും കടലിൻ്റെ അടിത്തട്ടിലുമായി ആയിരക്കണക്കിന് അഗ്നിപർവ്വതങ്ങൾ ഭൂമിയിൽ കാണപ്പെടുന്നു. അഗ്നിപർവ്വതങ്ങളുടെ വിതരണം എന്ന് പറഞ്ഞ് ഒരു ചെറിയൊരു പിക്ചർ കൊടുത്തിട്ടുണ്ട്.
അതിനുശേഷം അഗ്നിപർവ്വതങ്ങളും മനുഷ്യജീവിതവും. ജനവാസ മേഖലയോടടുത്തുള്ള അഗ്നിപർവ്വത സ്ഫോടനങ്ങൾ പലപ്പോഴും ജീവനും സ്വത്തിനും നാശനഷ്ടങ്ങളുണ്ടാക്കുന്നു. സാമ്പത്തിക പ്രവർത്തനങ്ങളും ജനജീവിതവും താറുമാറാക്കുന്നു. അഗ്നിപർവ്വത സ്ഫോടനങ്ങളെ തുടർന്നുണ്ടാകുന്ന ലാവാപ്രളയം ഭൂപ്രകൃതി, ആവാസയിടങ്ങൾ എന്നിവയെ സാരമായി ബാധിക്കുന്നു. വീടുകൾ നശിക്കുകയും അനേകം പേരെ ഭൂരഹിതരും തൊഴിൽ രഹിതരുമാക്കുകയും ചെയ്യുന്നു. അഗ്നിപർവ്വത സ്ഫോടനം അളവറ്റ നാശനഷ്ടങ്ങൾക്ക് കാരണമാകുന്നുവെന്ന് നമുക്കറിയാം. 1883 ക്രാക്കത്തോവ അഗ്നിപർവ്വത സ്ഫോടന ഫലമായി 36,000-ഓളം പേർക്ക് ജീവാപായം നേരിട്ടു. ഇന്തോനേഷ്യയിലെ ജാവക്കും സുമാത്രക്കുമിടക്കുള്ള ക്രാക്കത്തോവ ദ്വീപിൻ്റെ ഭൂരിഭാഗം പ്രദേശവും അതിലുള്ള അഗ്നിപർവ്വതത്തിൻ്റെ സ്ഫോടനത്തെ തുടർന്ന് കടലിൽ ആണ്ടുപോയി. അഗ്നിപർവ്വത സ്ഫോടനത്തെ തുടർന്നുള്ള ദുരന്തങ്ങളുടെ ചരിത്രം പരിശോധിച്ചാൽ നമുക്ക് ചെറുതും വലുതുമായ ധാരാളം ഉദാഹരണങ്ങൾ കണ്ടെത്താനാകും. ഇനി ചെറിയൊരു ബോക്സ് കൊടുത്തിട്ടുണ്ട്. അതിൽ പറയണത് അഗ്നിപർവ്വത സ്ഫോടനങ്ങൾ നമുക്ക് തടയാനാവില്ല. എന്നാൽ ശാസ്ത്രീയമായ രീതികളും മുൻകരുതലുകളും ആഘാതത്തിൻ്റെ തീവ്രത കുറക്കും. അഗ്നിപർവ്വതങ്ങളോട് ചേർന്നുള്ള പ്രദേശങ്ങളിൽ വീടുനിർമ്മാണം, വിനോദസഞ്ചാരം എന്നിവ ഒഴിവാക്കിയും ശാസ്ത്രീയ സംവിധാനങ്ങൾ ഉപയോഗിച്ച് ഇത്തരം മേഖലകൾ നിരന്തരം നിരീക്ഷിച്ചും മുന്നറിയിപ്പുകൾ നൽകിയും അഗ്നിപർവ്വത സ്ഫോടനത്തെ തുടർന്നുള്ള ലാവ ഒഴുക്ക്, ചെളിയൊഴുക്ക്, ചാരം എന്നിവയെ പ്രതിരോധിക്കാൻ ശേഷിയുള്ള കെട്ടിടങ്ങൾ നിർമ്മിച്ചും അഗ്നിപർവ്വത സ്ഫോടനം മൂലമുള്ള ദുരന്തങ്ങളെ ഒരു പരിധിവരെ ലഘൂകരിക്കാനാകും. അഗ്നിപർവ്വതത്തിൽ നിന്നും പുറന്തള്ളപ്പെടുന്ന ലാവ ഭൗമോപരിതലത്തിലൂടെ വലിയ നദി പോലെ ഒഴുകുന്നു. ഒഴുകുന്ന പാതയിലെ സർവ്വ വസ്തുക്കളെയും ലാവ കത്തിച്ചു ചാമ്പലാക്കുന്നു. ഒപ്പം കറുത്ത പാളി പോലെ അവ അവശേഷിക്കുകയും ചെയ്യും. ഒഴുകുന്ന വഴിയിലെ സർവ്വ വസ്തുക്കളെയും അത് മൂടുകയും ചെയ്യുന്നു. അഗ്നിപർവ്വതങ്ങൾ അപകടകാരികളാണെങ്കിലും അഗ്നിപർവ്വത മേഖലകളിൽ ആളുകൾ താമസിക്കുന്നത് എന്തുകൊണ്ടാണെന്നറിയാമോ? അഗ്നിപർവ്വതങ്ങളിൽ നിന്നുള്ള ചാരം, ലാവ, തണുത്തുറഞ്ഞുണ്ടാകുന്ന ശിലകൾ പൊടിഞ്ഞ് രൂപം കൊള്ളുന്ന മണ്ണ് ഏറെ ഫലഭൂയിഷ്ഠമാണ്. കൃഷിക്കനുയോജ്യമായ ഇത്തരം പ്രദേശങ്ങൾ ആളുകളെ ആകർഷിക്കുന്നു. അഗ്നിപർവ്വതങ്ങൾ മനുഷ്യന് മറ്റേതെല്ലാം വിധത്തിൽ പ്രയോജനപ്പെടുത്താൻ കഴിയും എന്ന് പറയുന്നുണ്ട്. അഗ്നിപർവ്വത പ്രദേശങ്ങളിൽ നിന്ന് പുറന്തള്ളുന്ന ഭൗമതാപോർജ്ജം ചിലയിടങ്ങളിൽ വൈദ്യുതോർജ്ജമാക്കി മാറ്റി പ്രാദേശിക ആവശ്യങ്ങൾക്കായി വിനിയോഗിക്കുന്നു. ലാവ ധാതുസമ്പന്നമാണ്. മൂല്യമുള്ള പല ധാതുക്കളും ലാവയുടെ ഒഴുക്കിലൂടെ ഭൗമോപരിതലത്തിൽ എത്തിച്ചേരുന്നു. അഗ്നിപർവ്വത മേഖലകൾ ധാരാളം വിനോദസഞ്ചാരികളെ ആകർഷിക്കാറുണ്ട്. ഭൂമിയുടെ പുറംപാളിയായ ശിലാമണ്ഡലം അഥവാ ലിത്തോസ്ഫിയർ ഫലകങ്ങളായി വിഭജിച്ചു കിടക്കുകയാണ്. ഈ ശിലാമണ്ഡല ഫലകങ്ങൾ അവയ്ക്ക് താഴെയുള്ള അസ്തനോസ്ഫിയറിന് മുകളിലൂടെ തെന്നി നീങ്ങിക്കൊണ്ടിരിക്കുന്നു. ഇത്തരത്തിൽ ചലിച്ചുകൊണ്ടിരിക്കുന്ന ഫലകങ്ങൾക്കിടയിലുണ്ടാകുന്ന ഘർഷണമാണ് ഭൂകമ്പങ്ങൾക്ക് കാരണം. രണ്ട് ഫലകങ്ങൾക്കിടയിൽ ചലനമുണ്ടാകുമ്പോൾ അവയുടെ അതിരുകളിൽ ഘർഷണം രൂപപ്പെടുന്നു. ഈ ഘർഷണം ഒരു തരത്തിൽ ഫലകങ്ങളുടെ ചലനത്തെ തടസ്സപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഫലകാതിരുകളിൽ ഉയർന്ന സമ്മർദ്ദം സൃഷ്ടിക്കുകയും വലിയ തോതിൽ ഊർജ്ജം സംഭരിക്കപ്പെടുകയും ചെയ്യുന്നു. ഫലകങ്ങളുടെ ചലിക്കുവാനുള്ള സമ്മർദ്ദം ഫലകാതിരുകളിലെ ഘർഷണത്തെ അതിജീവിക്കുമ്പോൾ ഫലകാതിരുകളിൽ പൊടുന്നനെയുള്ള ചലനം അഥവാ ഭ്രംശമുണ്ടാകുന്നു.
തുടർന്ന് ഫലകാതിരുകളിൽ സംഭരിച്ചിരിക്കുന്ന ഊർജം പൊടുന്നനെ സ്വതന്ത്രമാക്കപ്പെടുന്നു. ഇത് തരംഗരൂപേണ ഭൂമിക്കുള്ളിലൂടെ സഞ്ചരിച്ച് ഭൗമോപരിതലത്തിലെത്തുന്നു. ഈ ഭൂകമ്പ തരംഗങ്ങളാണ് ഭൗമോപരിതലത്തിൽ ഭൂചലനമായി അനുഭവപ്പെടുന്നത്. ഇനി ഭൂകമ്പ തരംഗങ്ങൾ. ഭൂകമ്പവേളയിൽ 3 തരം തരംഗങ്ങളാണ് പ്രഭവകേന്ദ്രത്തിൽ നിന്ന് പുറപ്പെടുക. പ്രാഥമിക തരംഗം, ദ്വിതീയ തരംഗം, പ്രതല തരംഗം. ഇതിൽ പ്രതല തരംഗങ്ങൾ ഏറ്റവും വിനാശകാരികളാണ്. ഭൂകമ്പങ്ങൾ ടെക്ടോണിക് ഭൂകമ്പങ്ങൾ എന്ന് അറിയപ്പെടുന്നു. ഭൂവൽക്കത്തിനുള്ളിലെ ഊർജം സ്വതന്ത്രമാക്കപ്പെടുന്ന കേന്ദ്രത്തെ പ്രഭവകേന്ദ്രം അഥവാ ഫോക്കസ് എന്നും ഫോക്കസിനോട് ഏറ്റവും അടുത്തുള്ള ഭൗമോപരിതല കേന്ദ്രത്തെ അതികേന്ദ്രം അഥവാ എപ്പിസെന്റർ എന്നും അറിയപ്പെടുന്നു. ഫോക്കസിന് നേർമുകളിലുള്ള ഈ ഭൗമോപരിതല കേന്ദ്രത്തിലാണ് ഭൂകമ്പ തരംഗങ്ങൾ ആദ്യം എത്തുക. ഭൂകമ്പങ്ങളുടെ തീവ്രത അളക്കാൻ 1935 ചാൾസ് എഫ്. റിക്ടർ വികസിപ്പിച്ച മാനകമാണ് റിക്ടർ സ്കെയിൽ. ചാൾസ് എഫ്. റിക്ടർ ഭൂകമ്പ തരംഗങ്ങളെ രേഖപ്പെടുത്തുന്ന ഉപകരണമാണ് സീസ്മോഗ്രാഫ്. ഇങ്ങനെ രേഖപ്പെടുത്തിയ തരംഗങ്ങളുടെ ആയാമം കണക്കാക്കിയാണ് തീവ്രത കണക്കുകൂട്ടുന്നത്. സാധാരണയായി പ്രാദേശിക തലത്തിൽ രേഖപ്പെടുത്തിയ ചെറിയ ഭൂചലനങ്ങളാണ് റിക്ടർ സ്കെയിലിൽ കണക്കാക്കാറുള്ളത്. വലിയ ഭൂചലനങ്ങൾ കൂടുതൽ കൃത്യതയുള്ള മൊമെന്റ് മാഗ്നിറ്റ്യൂഡ് എന്ന മാഗ്നത്തിലാണ് രേഖപ്പെടുത്താറുള്ളത്. ഭൂകമ്പത്തെ തുടർന്ന് പ്രഭവ കേന്ദ്രത്തിൽ ഭൂകമ്പ തരംഗങ്ങൾ നാനാദിശയിലേക്കും സഞ്ചരിക്കുന്നു. എന്നാൽ പ്രഭവ കേന്ദ്രത്തിൽ നിന്നും ഒരു നിശ്ചിത ദൂരത്തുള്ള ചില പ്രദേശങ്ങളിൽ ഭൂകമ്പ തരംഗങ്ങൾ എത്താറില്ല. ഇത്തരം പ്രദേശങ്ങളെ ഭൂകമ്പത്തിൻ്റെ നിഴൽ പ്രദേശങ്ങൾ എന്ന് അറിയപ്പെടുന്നു. ഫലകങ്ങളുടെ ചലനത്തിലൂടെ മാത്രമല്ല ഭൂകമ്പങ്ങളുണ്ടാകുന്നത്. അഗ്നിപർവ്വത സ്ഫോടനങ്ങൾ മൂലവും തീവ്ര ഖനന മേഖലകളിലെ ഖനികളുടെ മേൽത്തട്ട് ഇടിഞ്ഞുവീണും വൻസ്ഫോടനങ്ങൾ മൂലവുമൊക്കെ ഭൂകമ്പങ്ങളുണ്ടായേക്കാം. വലിയ ജലസംഭരണികൾ സ്ഥിതി ചെയ്യുന്ന ഇടങ്ങളിൽ മിക്കപ്പോഴും ജലം തടശിലകൾക്കുമേൽ ചെലുത്തുന്ന സമ്മർദ്ദം മൂലം തടശിലകൾ ഞെരിഞ്ഞമർന്ന് ചെറുഭൂകമ്പങ്ങൾക്ക് കാരണമായേക്കാം. സുനാമി 2004 ഡിസംബർ 26 ആർത്തലച്ചെത്തിയ രാക്ഷസ തിരകൾ നിമിഷനേരം കൊണ്ട് തീരങ്ങളെ തകർത്തെറിഞ്ഞു. ഏകദേശം 2,30,000 വരുന്ന ജനങ്ങളുടെ ജീവൻ പൊലിഞ്ഞു. അനേകായിരങ്ങൾക്ക് കിടപ്പാടം നഷ്ടപ്പെട്ടു. ഒട്ടേറെ പേർ അനാഥരായി. 14 രാജ്യങ്ങളെയാണ് ഈ ഭീമൻ തിരമാലകൾ മൂലമുള്ള ദുരന്തങ്ങൾ ബാധിച്ചത്. ഏറ്റവും കൂടുതൽ ഭീതി വിതച്ചത് ഇന്തോനേഷ്യയിൽ ആയിരുന്നു. 1.5 ലക്ഷത്തിലേറെ പേരാണ് ഇന്തോനേഷ്യയിൽ മാത്രം ദുരന്തത്തിനിരയായത്. ശ്രീലങ്ക, ഇന്ത്യ, തായ്ലൻഡ് തുടങ്ങിയ ഇടങ്ങളിലാണ് ദുരന്തം ഏറെ ബാധിച്ചത്. സുനാമികൾ എന്ന ഇത്തരം വിനാശകാരികളായ രാക്ഷസ തിരമാലകളെപ്പറ്റി നമ്മൾ കേട്ടിട്ടുണ്ട്. നമ്മുടെ കേരളത്തിൻ്റെ തീരങ്ങളിലും ഈ സുനാമി ബാധിക്കുകയുണ്ടായി. എന്താണ് സുനാമി? ഇവ എങ്ങനെ രൂപം കൊള്ളുന്നു? എങ്ങനെയെല്ലാം ഈ ദുരന്തത്തെ നമുക്ക് നേരിടാം? കടലിനടിയിലുണ്ടാകുന്ന വൻ ഭൂകമ്പം അനേകം മീറ്ററുകൾ ഉയർന്നു പൊങ്ങുന്ന ഭീമൻ തിരമാല സൃഷ്ടിക്കുന്നു. ഇത്തരം തിരമാലകളാണ് സുനാമികൾ. കടലിനടിയിലുണ്ടാകുന്ന അഗ്നിപർവ്വത സ്ഫോടനങ്ങൾ, ഉൽക്കകളുടെ പതനം എന്നിവ മൂലമുണ്ടാകുന്ന ആഘാതങ്ങളും സുനാമിക്ക് കാരണമാകാം. സുനാമിയിൽ നിന്ന് രക്ഷ നേടാൻ നമുക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ: സമുദ്രനിരപ്പ്
പെട്ടെന്ന് നിരവധി മീറ്ററുകളോളം താഴുകയാണെങ്കിൽ അതൊരു സുനാമി മുന്നറിയിപ്പായി കരുതി ഉടൻ തന്നെ തീരം വിട്ട് വളരെ അകലെ ഉയർന്ന പ്രദേശത്തേക്ക് ഓടിമാറുക. സുനാമിയിൽ പെട്ടുപോയാൽ വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുന്ന ഏതെങ്കിലും വസ്തുവിൽ പിടിമുറുക്കി രക്ഷപ്പെടാൻ ശ്രമിക്കുക. സുമാത്രയിലെ അച്ചേ പ്രവിശ്യക്കു തെക്ക് പടിഞ്ഞാറ് മാറി ഇന്ത്യൻ മഹാസമുദ്രത്തിൽ 9.1 തീവ്രതയിൽ ഉണ്ടായ ശക്തമായ ഭൂകമ്പമാണ് 2004 ഡിസംബർ 26 കേരളത്തിൻ്റെ ഉൾപ്പെടെ തീരങ്ങളിൽ നാശം വിതച്ച സുനാമിക്ക് കാരണമായത്. നവീന സാങ്കേതിക വിദ്യകളുടെ സഹായത്തോടെ സുനാമി മുന്നറിയിപ്പ് സംവിധാനങ്ങൾ ഇന്ന് വ്യാപകമായി പ്രയോജനപ്പെടുത്തുന്നുണ്ട്. നാഷണൽ ഓഷ്യാനിക് ആൻഡ് അറ്റ്മോസ്ഫിയറിക് അഡ്മിനിസ്ട്രേഷൻ ഉപഗ്രഹ വാർത്താവിനിമയ സംവിധാനങ്ങൾ പ്രയോജനപ്പെടുത്തി ഡാർട്ട് ഡീപ്പ് ഓഷ്യൻ അസസ്മെന്റ് ആൻഡ് റിപ്പോർട്ടിംഗ് ഓഫ് സുനാമി എന്ന സുനാമി മുന്നറിയിപ്പ് സംവിധാനം വിവിധ പ്രദേശങ്ങളിൽ സ്ഥാപിച്ചിട്ടുണ്ട്. ഇനി ബാഹ്യജന്യ ചലനങ്ങൾ എന്തൊക്കെയാണ്? അപരദനം, വഹനം, നിക്ഷേപണം, ഭൂദ്രവ്യ ശോഷണം എന്നിങ്ങനെ ഭൗമോപരിതലത്തിൽ പ്രവർത്തിക്കുന്ന വിവിധ പ്രക്രിയകൾക്ക് കാരണമാകുന്നവയാണ് ബാഹ്യജന്യ ചലനങ്ങൾ. ഓരോ ബാഹ്യജന്യ പ്രക്രിയയും വ്യത്യസ്ത ബലങ്ങളിൽ നിന്നാണ് പ്രവർത്തിക്കാവശ്യമായ ഊർജം സ്വീകരിക്കുന്നത്. ഇത്തരം ബലങ്ങളെ അവയുടെ പ്രേരക ബലങ്ങൾ എന്നാണ് അറിയപ്പെടുന്നത്. ബാഹ്യജന്യ ചലനങ്ങളും അവയുടെ തീവ്രതയും ഭൂമിയിലെ കാലാവസ്ഥാ മേഖലകൾക്കനുസരിച്ച് വ്യത്യാസപ്പെട്ടിരിക്കുന്നു. ബാഹ്യജന്യ ചലനങ്ങൾ: അപക്ഷയത്തിന് കാരണമായ ബലം ഗുരുത്വാകർഷണ ബലം, താപവ്യതിയാനം, തന്മാത്രാ സമ്മർദ്ദം, രാസ-ജൈവ പ്രവർത്തനങ്ങൾ. ബാഹ്യജന്യ ചലനങ്ങളെ മൂന്നാക്കി. അപക്ഷയം. രണ്ടാമത്തേത് അപരദനം, വഹനം, നിക്ഷേപണം. അപരദനം, വഹനം, നിക്ഷേപണം. ഇതിന് കാരണമായ ബലം ഒഴുകുന്ന ജലം, ഹിമാനി, കാറ്റ്, തിരമാല എന്നിവയുടെ ഗതികോർജം, ഭൂഗർഭജലത്തിൻ്റെ പ്രവർത്തനവും. ഭൂദ്രവ്യ ശോഷണമാണ് മൂന്നാമത്തേത്. ഭൂദ്രവ്യ ശോഷണത്തിന് കാരണമായ ബലം ഗുരുത്വാകർഷണ ബലം. എന്താണ് അപക്ഷയം? ഭൂമിയിൽ വിവിധ തരം ശിലകളുണ്ട്. ഭൂമിയിലെ വിവിധ തരം ശിലകൾ കാലാന്തരത്തിൽ പലവിധ മാറ്റങ്ങൾക്ക് വിധേയമായിക്കൊണ്ടിരിക്കും. ചില ബാഹ്യജന്യ പ്രക്രിയയുടെ ഫലമായി ശിലകൾ ഭൗതികമായി പൊട്ടിപ്പൊടിയുകയോ രാസപരമായി വിഘടിക്കുകയോ ചെയ്യുന്നു. ഇത്തരത്തിൽ ശിലകൾക്ക് രാസപരമായും ഭൗതികമായും മാറ്റങ്ങളുണ്ടാക്കുന്ന പ്രക്രിയയെ അപക്ഷയം എന്ന് വിളിക്കുന്നു. അപക്ഷയം 3 ടൈപ്പ്: ഭൗതിക അപക്ഷയം, രാസിക അപക്ഷയം, ജൈവിക അപക്ഷയം. എന്താണ് ഭൗതിക അപക്ഷയം? താപവ്യതിയാനം മൂലം ശിലാധാതുക്കൾ സങ്കോചിക്കുകയും വികസിക്കുകയും ചെയ്യുന്നു. കാലക്രമേണ ഇത് ശിലകൾ പൊടിയുന്നതിന് കാരണമാകുന്നു. കൂടാതെ ശിലകളിലെ വിള്ളലുകളിലെ ജലം തണുത്തുറയുന്നത് കൊണ്ട് വിള്ളലുകൾ വികസിക്കുകയും ക്രമേണ ഇത് ശിലകൾ പിളരുന്നതിന് കാരണമാകുകയും ചെയ്യുന്നു. ഇതാണ് ഭൗതിക അപക്ഷയം. ഇനി രാസിക അപക്ഷയം എന്ന് വെച്ചാൽ ഓക്സിജൻ, കാർബൺ ഡയോക്സൈഡ്, ജലം തുടങ്ങിയ ശിലകളിലെ ഓക്സിജന്, കാർബൺ ഡയോക്സൈഡ്, ജലം തുടങ്ങിയവ ശിലകളിലെ ധാതുക്കളുമായി രാസപ്രവർത്തനത്തിൽ ഏർപ്പെടുകയും ശിലകൾ രാസപരമായി വിഘടിക്കുന്നതിന് കാരണമാകുകയും ചെയ്യുന്നു. ഇതാണ് രാസിക അപക്ഷയം. ഇനി ജൈവിക അപക്ഷയം. സസ്യങ്ങളുടെ വേരുകൾ ശിലകളിലെ വിടവുകളിലേക്ക് ആഴ്ന്നിറങ്ങുന്നതും
ചെറുജീവികൾ മാളങ്ങളുണ്ടാക്കുന്നതും സസ്യജന്തു അവശിഷ്ടങ്ങളുടെ ജീർണനവുമൊക്കെ ശിലകളുടെ ശിഥിലീകരണത്തിന് കാരണമാകാറുണ്ട്. ഇതാണ് ജൈവിക അപക്ഷയം. മനുഷ്യ പ്രവർത്തനങ്ങൾ ശിലകളുടെ അപക്ഷയത്തിന് കാരണമാകാറുണ്ട്. മനുഷ്യൻ്റെ ശിലകളുടെ അപക്ഷയത്തിന് കാരണമാകുന്ന പ്രവർത്തനങ്ങളാണ് ഖനനം, പാറ പൊട്ടിക്കൽ എന്നിവയൊക്കെ. ഏതെല്ലാം വിധത്തിലാണ് അപക്ഷയ പ്രവർത്തനങ്ങൾ മനുഷ്യന് പ്രയോജനകരമാകുന്നത്? 1. അപക്ഷയം മണ്ണിൻ്റെ രൂപീകരണത്തിന് കാരണമാകുന്നു. ശിലകളിലെ ധാതുക്കൾ വേർതിരിച്ചെടുക്കപ്പെടുന്നു. ധാതു സമ്പുഷ്ടീകരണത്തിന് കാരണമാകുന്നു. ഖനന പ്രവർത്തനങ്ങളെ സഹായിക്കുന്നു. ഇനി അപരദനം, വഹനം, നിക്ഷേപണം. വിവിധ അപക്ഷയ പ്രക്രിയകൾ മൂലമോ മറ്റു പ്രവർത്തനങ്ങളാലോ രൂപം കൊണ്ട ശിലാവശിഷ്ടങ്ങളെ ഒഴുകുന്ന ജലം, ഹിമാനി, കാറ്റ്, തിരമാല എന്നീ ശക്തികൾ ഒരിടത്തു നിന്ന് ശേഖരിച്ച് അവിടെ നിന്നും നീക്കം ചെയ്ത് മറ്റൊരിടത്ത് നിക്ഷേപിക്കുന്നുവെന്നും അതിൻ്റെ ഫലമായി ഭൗമോപരിതലത്തിൽ ധാരാളം അപരദന ഭൂരൂപങ്ങളും നിക്ഷേപണ ഭൂരൂപങ്ങളും രൂപപ്പെടുന്നുവെന്നും നാം ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. ഇതിനെയാണ് അപരദനം, വഹനം, നിക്ഷേപണം എന്ന് പറയുന്നത്. ഇനി എന്താണ് ഭൂദ്രവ്യ ശോഷണം? അപക്ഷയം, അപരദനം എന്നിവ കൂടാതെ ബാഹ്യജന്യ ബലങ്ങളുടെ ഫലമായി ഭൗമോപരിതലത്തിലുണ്ടാകുന്ന ബാഹ്യജന്യ ചലനങ്ങളാണ് ഭൂദ്രവ്യ ശോഷണം. ഗുരുത്വാകർഷണ ബലത്തിൻ്റെ നേരിട്ടുള്ള സ്വാധീനം മൂലം ശിലാകഷ്ണങ്ങൾ അല്ലെങ്കിൽ ഭൗമവസ്തുക്കൾ ചെരിവുള്ള ഭൂപ്രതലത്തിലൂടെ താഴേക്ക് പതിക്കുന്ന പ്രക്രിയയാണ് ഭൂദ്രവ്യ ശോഷണം. ഇവ വളരെ സാവധാനത്തിലുള്ളവയുമുണ്ട്, ദ്രുതഗതിയിലുള്ളവയുമുണ്ട്. നേരിയ പാളി മാത്രം താഴേക്കു പതിക്കുന്ന ഭൂദ്രവ്യ ശോഷണം മുതൽ വലിയൊരളവിൽ ഭൗമവസ്തുക്കൾ താഴേക്കു പതിക്കുന്ന ഭൂദ്രവ്യ ശോഷണം വരെ ഉണ്ടാകാറുണ്ട്. 2024 ജൂലൈ 30 വയനാട് ജില്ലയിൽ സമാനതകളില്ലാത്ത ഭൂപ്രകൃതി ദുരന്തമായി മാറിയ ഉരുൾപൊട്ടൽ ഇത്തരത്തിലൊരു ഭൂദ്രവ്യ ശോഷണമാണ്. ഇനി കേരളത്തിലെ ഉരുൾപൊട്ടലുകൾ എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. കേരളം അതിൻ്റെ ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകൾ കൊണ്ട് ബഹുമുഖ പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുള്ള പ്രദേശമാണ്. സംസ്ഥാനത്തിൻ്റെ പടിഞ്ഞാറൻ തീരമേഖലകളിലെ കടലാക്രമണവും കിഴക്ക് പശ്ചിമഘട്ട മേഖലകളിലെ ഉരുൾപൊട്ടലും സാധാരണ ഉണ്ടാകാറുള്ള പ്രകൃതി പ്രക്ഷോഭങ്ങളാണ്. ജനസാന്ദ്രതയിലെ വർധനവും അശാസ്ത്രീയമായ നിർമ്മാണങ്ങളും പ്രകൃതി വിഭവങ്ങളുടെ അമിത ചൂഷണവും പ്രകൃതിക്ഷോഭങ്ങളെ വൻ ദുരന്തങ്ങളായി മാറ്റുന്നു. കാലാവസ്ഥാ വ്യതിയാനം മൂലം താളം തെറ്റിയെത്തുന്ന അതിതീവ്ര മഴയും ദുരന്തങ്ങൾക്ക് വ്യാപകമായ പ്രേരക ഘടകമാകുന്നുണ്ട്. കേരളത്തിലെ മഴക്കാലം സമീപ വർഷങ്ങളിൽ ഭീതിയുടെയും ദുരന്തങ്ങളുടെയും കാലമായി മാറിയിരിക്കുകയാണ്. ഈ സാഹചര്യത്തിൽ കേരളത്തിൽ സംഭവിക്കുന്ന ദുരന്തങ്ങളെ ശാസ്ത്രീയമായി അപഗ്രഥിച്ച് മുൻകരുതൽ നടപടികൾ സ്വീകരിക്കുകയും ജനങ്ങളെ ബോധവൽക്കരിക്കുകയും ചെയ്യേണ്ടതുണ്ട്. ഉരുൾപൊട്ടൽ എന്ത്, എങ്ങനെ എന്ന് പറഞ്ഞൊരു ബോക്സ് കൊടുത്തിട്ടുണ്ട്. ഉരുൾപൊട്ടലുകൾ ഒരു തരം ഭൂദ്രവ്യ ശോഷണമാണെന്ന് നമുക്കറിയാം. ഗുരുത്വാകർഷണം മൂലം ശിലകളോ മേൽമണ്ണോ മുകളിൽ നിന്ന് താഴോട്ട് പതിക്കുന്ന പ്രതിഭാസമാണ് ഭൂദ്രവ്യ ശോഷണം. മലയിടിച്ചിൽ, ശിലാപതനം, മലകളുടെ നിരങ്ങിയിറങ്ങൽ, ഡെബ്രി ഫ്ലോ, ഭൂമിയുടെ ഇടിഞ്ഞു താഴൽ തുടങ്ങിയവയാണ് വിവിധ തരത്തിലുള്ള ഭൂദ്രവ്യ ശോഷണങ്ങൾ. ഭൂമിയുടെ ഗുരുത്വാകർഷണം മൂലം ചെങ്കുത്തായ മലഞ്ചെരുവിൽ ഉള്ള പാറയും മണ്ണും
ജലപ്രവാഹത്തോടൊപ്പം താഴേക്ക് പെട്ടെന്ന് പതിക്കുന്ന പ്രതിഭാസമാണ് ഡെബ്രി ഫ്ലോ. മലയുടെ ഭാഗങ്ങൾ ഗുരുത്വാകർഷണത്താൽ താഴേക്ക് നിരങ്ങിയിറങ്ങുന്ന ഭൂദ്രവ്യ ശോഷണമാണ് മലയുടെ നിരങ്ങിയിറങ്ങൽ. കേരളത്തിലെ മലയോര പ്രദേശങ്ങളിൽ ശക്തമായ മഴയെ തുടർന്ന് പലപ്പോഴും ഇവ രണ്ടും ഒരുമിച്ചോ അല്ലാതെയോ സംഭവിക്കാറുണ്ട്. ഈ പ്രതിഭാസത്തെ പൊതുവെ ഉരുൾപൊട്ടൽ എന്ന് വിളിക്കുന്നു. പലപ്പോഴും ഇവ വിനാശകാരികളായി മാറാറുണ്ട്. ഒരു പ്രദേശത്ത് ഉരുൾപൊട്ടൽ ഉണ്ടാകാനുള്ള സാധ്യതാ ഘടകങ്ങൾ ആ പ്രദേശത്തെ ഭൂമിയുടെ ചെരിവ്, മണ്ണിൻ്റെ ആഴം, ഘടന, ഭൂവിനിയോഗം, നീർച്ചാലുകളുടെ വിന്യാസം എന്നിവയെ ആശ്രയിച്ചിരിക്കുന്നു. അതിതീവ്ര മഴ, ലഘുമേഘവിസ്ഫോടനം, ഭൂചലനം എന്നിവയാണ് ഉരുൾപൊട്ടലിൻ്റെ ചാലകശക്തികൾ. കൂടാതെ മൺസൂൺ സീസണിൽ ഉൾപ്പെടെ നടക്കുന്ന അശാസ്ത്രീയമായ പാറപൊട്ടിക്കൽ, അശാസ്ത്രീയമായ നിർമ്മാണ പ്രവർത്തനം എന്നിവയും പ്രേരക ഘടകങ്ങളായി പ്രവർത്തിക്കുന്നുണ്ട്. ഏകദേശം 22 ഡിഗ്രിക്ക് മുകളിൽ ചെരിവുള്ള മലമ്പ്രദേശങ്ങളിലാണ് ഉരുൾപൊട്ടലുണ്ടാവാൻ സാധ്യത കൂടുതൽ. ഉരുൾപൊട്ടലുകളുടെ പ്രധാന കാരണങ്ങൾ: 1. ചെങ്കുത്തായ മലഞ്ചെരിവുകൾ അശാസ്ത്രീയമായി ഇടിച്ചു നിരത്തി വീട്, കെട്ടിടം, റോഡ് തുടങ്ങിയ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുന്നു. 2. സ്വാഭാവിക ജല നിർഗമന മാർഗങ്ങളെ തടസ്സപ്പെടുത്തുന്നതും ഉരുൾപൊട്ടലിന് കാരണമാകുന്നു. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഉരുൾപൊട്ടൽ സംഭവിക്കുന്നത് പശ്ചിമഘട്ട മേഖലകളിലും ഹിമാലയൻ പർവ്വതനിരകളിലുമാണ്. കേരളത്തിൻ്റെ മലയോരങ്ങളിൽ ചെറുതും വലുതുമായ അനേകം ഉരുൾപൊട്ടലുകൾ കുഴലീകൃത മണ്ണൊലിപ്പ്, മണ്ണിടിച്ചിൽ എന്നിവ വ്യാപകമായി സംഭവിക്കുന്നു. എന്താണ് കുഴലീകൃത മണ്ണിടിപ്പ്? ചെങ്കല്ല് നിറഞ്ഞ മലയോര പ്രദേശങ്ങളിൽ അടുത്തിടെ വ്യാപകമായി കാണപ്പെടുന്ന ഒരു പ്രതിഭാസമാണ് കുഴലീകൃത മണ്ണൊലിപ്പ്. കളിമൺ പാളികൾ നിറഞ്ഞ ഇത്തരം ചെങ്കൽ പ്രദേശങ്ങളിൽ ജലത്തിൻ്റെ തള്ളിച്ച മൂലം സംസക്തി ബലം കുറവുള്ള കളിമണ്ണ് ഒലിച്ചു പോകുന്ന പ്രതിഭാസമാണ് സോയിൽ പൈപ്പിംഗ്. ചെങ്കല്ല് നിറഞ്ഞ മേൽപ്പാളിയിലെ സുഷിരങ്ങളിലൂടെ അതിവർഷമോ മറ്റോ മൂലം ജലം ഉള്ളിലേക്ക് തള്ളിക്കയറുകയും കളിമണ്ണ് നിറഞ്ഞ കീഴ്പ്പാളിയിൽ നിന്നും ഏതാണ്ട് കുഴലാകൃതിയിൽ മണ്ണ് ഒലിച്ചു പോകുകയും ചെയ്യുന്നു. ദുർബലമായ കീഴ്പ്പാളികളിലുണ്ടാകുന്ന ജലകൃത അപരദനമാണ് കുഴലീകൃത മണ്ണൊലിപ്പിന് കാരണം. അടുത്തിടെ ഇടുക്കി ജില്ലയിലും കണ്ണൂർ ജില്ലയിലും ഭൂമി ഇടിഞ്ഞു താഴ്ന്ന് കിണറിൻ്റെ ആകൃതിയിലുള്ള ഗർത്തങ്ങൾ രൂപപ്പെട്ടത് ഈ പ്രതിഭാസം മൂലമാണെന്ന് പഠനങ്ങൾ തെളിയിക്കുന്നു. ദുരന്തമെത്തും മുമ്പ് എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഉരുൾപൊട്ടൽ പോലെയുള്ള പ്രകൃതി ദുരന്തങ്ങൾ പ്രവചിക്കുക അസാധ്യമാണ്. എന്നാൽ ഉരുൾപൊട്ടൽ സാധ്യതയുള്ള മേഖലകൾ ശാസ്ത്രീയമായ രീതികൾ ഉപയോഗിച്ച് കണ്ടെത്തുകയും മുൻകരുതലെടുക്കുകയും ചെയ്താൽ ആഘാതത്തിൻ്റെ തീവ്രത കുറയ്ക്കാൻ സാധിക്കും. വിദൂര സംവേദനം, ഭൂവിവര വ്യവസ്ഥ എന്നീ സങ്കേതങ്ങൾ ഉപയോഗിച്ച് പഠനങ്ങൾ ഉയർന്ന അപകട സാധ്യതയുള്ള പ്രദേശങ്ങൾ കണ്ടെത്താൻ സഹായിക്കും. ഭാരതീയ ഭൂവിജ്ഞാനീയ സർവേ, ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ, ദേശീയ ഭൗമ പഠന കേന്ദ്രം NCESS എന്നീ സ്ഥാപനങ്ങൾ ഇത്തരത്തിൽ ഓരോ ജില്ലയിലും ഉരുൾപൊട്ടൽ സാധ്യതാ മേഖലകൾ ഉൾപ്പെടുത്തി ഭൂപടം തയ്യാറാക്കിയിട്ടുണ്ട്. ഇത് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ വെബ്സൈറ്റിൽ ലഭ്യമാണ്. ഉരുൾപൊട്ടൽ എങ്ങനെ നേരിടാം? ദുരന്ത സമയത്ത് നമ്മൾ ചെയ്യേണ്ടത് പരിഭ്രാന്തരാകാതെ സംയമനം പാലിക്കാം.
ഉരുൾപൊട്ടൽ സമയത്ത് വീടിനകത്താണെങ്കിൽ ബലമുള്ള ഒരു മേശയുടെയോ കട്ടിലിൻ്റെയോ കീഴെ അഭയം തേടാം. ദുരന്തത്തിന് ശേഷം ആംബുലൻസിനും മറ്റു വാഹനങ്ങൾക്കും സുഗമമായി കടന്നുപോകാനുള്ള സാഹചര്യമൊരുക്കുക. ഉരുൾപൊട്ടലുണ്ടായ സ്ഥലങ്ങളിൽ വീണുകിടക്കുന്ന വൈദ്യുതി ലൈനുകൾ കണ്ടാൽ ഉദ്യോഗസ്ഥരുടെ ശ്രദ്ധയിൽപ്പെടുത്തുക. ഇനി ഒരു ബോക്സ് കൊടുത്തിട്ടുണ്ട്. അതിൽ കവചം. കേരളത്തിൻ്റെ ദുരന്ത നിവാരണ പ്രവർത്തനങ്ങളിൽ അത്യാധുനിക സംവിധാനങ്ങളുടെ സേവനം ഉറപ്പാക്കി സംസ്ഥാനത്ത് നടപ്പിലാക്കിയ ദുരന്ത സാധ്യതാ മുന്നറിയിപ്പ് സംവിധാനമാണ് കവചം. കേരള വാർണിംഗ്, ക്രൈസിസ് ആൻഡ് ഹസാർഡ് മാനേജ്മെൻറ്റ് സിസ്റ്റം. കേരളത്തിലെ ദുരന്ത സാധ്യതയുള്ള മുഴുവൻ പ്രദേശങ്ങളെയും ഏകീകൃത മുന്നറിയിപ്പ് സംവിധാനത്തിനു കീഴിൽ കൊണ്ടുവരുന്ന പ്രവർത്തന രീതിയാണ് കവചം സംവിധാനത്തിന് ഉള്ളത്. ഇത്തരത്തിൽ ദുരന്ത സാധ്യതാ മുന്നറിയിപ്പ് സംവിധാനം നടപ്പാക്കുന്ന രാജ്യത്തെ ആദ്യ സംസ്ഥാനമാണ് കേരളം. കേരളത്തിലെ മുഴുവൻ പ്രദേശങ്ങളിലെയും ദുരന്ത സാധ്യതകളെ യഥാസമയം നിരീക്ഷിക്കുകയും ഏതെങ്കിലും തരത്തിലുള്ള അപകട സാധ്യത മുന്നിൽ കണ്ടാൽ സ്ഥാനം അടിസ്ഥാനമാക്കി SMS ലൊക്കേഷൻ ബേസ്ഡ് SMS, സമൂഹ മാധ്യമങ്ങൾ ഉൾപ്പെടെയുള്ള വാർത്താവിനിമയ മാധ്യമങ്ങൾ എന്നിവ വഴിയും സൈറൺ, സ്ട്രോബ് ലൈറ്റ് ശൃംഖല പ്രവർത്തിച്ചും ദ്രുതഗതിയിൽ ജനങ്ങളെ അറിയിക്കുകയും വിവിധ തലങ്ങളിൽ നടപടികൾ സ്വീകരിക്കുകയുമാണ് പദ്ധതിയുടെ ലക്ഷ്യം. വിവിധ ഭൗമചലനങ്ങൾ, അനുബന്ധ പ്രകൃതി ദുരന്തങ്ങൾ, ദുരന്ത നിവാരണ ലഘൂകര മാർഗങ്ങൾ എന്നിവയൊക്കെയാണ് ഈ അധ്യായത്തിൽ ചർച്ച ചെയ്യപ്പെട്ടത്. അനിയന്ത്രിതമായ മനുഷ്യപ്രവർത്തനങ്ങളും പ്രകൃതിയും തമ്മിലുള്ള സംഘർഷങ്ങളാണ് പലപ്പോഴും പ്രകൃതിക്ഷോഭങ്ങളെ വൻ ദുരന്തങ്ങളാക്കി മാറ്റുന്നത്. നാം ജീവിക്കുന്ന ഇടമാണ് പരിസ്ഥിതി. അവിടെ നടക്കുന്ന മനുഷ്യപ്രവർത്തനങ്ങളും അനുബന്ധ മാറ്റങ്ങളുമാണ് വികസനം. ഇവ രണ്ടും പരസ്പര പൂരകമാണെന്ന് മാത്രമല്ല അനിവാര്യവുമാണ്. പരിധിയുള്ള ഒരു ലോകത്തിനകത്ത് പരിധിയില്ലാത്ത വികസനം അസാധ്യമാണെന്ന് ഓർമ്മിപ്പിക്കുന്നവയാണ് ഓരോ ദുരന്തങ്ങളും. ഇവിടെയാണ് സുസ്ഥിര വികസനത്തിൻ്റെ പങ്കിന് ഏറെ പ്രാധാന്യമുള്ളത്. പരിസ്ഥിതി തകർച്ചയ്ക്ക് ഇടയാക്കാത്ത വിധം ജനങ്ങളുടെയും പ്രകൃതിയുടെയും നിലനിൽപ്പിനായി ജനാധിപത്യപരമായി തീരുമാനങ്ങളെടുക്കുകയും നടപ്പാക്കുകയും ചെയ്യേണ്ടതുണ്ട്. പരിമിതമായ വിഭവത്തിനായി പരസ്പരം മത്സരിച്ച് ഏറ്റവും കൂടുതൽ സ്വന്തമാക്കുക എന്നതിന് പകരം പരസ്പര സഹകരണത്തിലൂടെ വേണ്ടത്ര ലഭ്യമാക്കുക എന്നതാവണം വിഭവ വിനിയോഗ രീതി. ഭാവി തലമുറയുടെ അവശ്യ ജീവനോപാധികൾ നിറവേറ്റുന്നതിനുള്ള പാരിസ്ഥിതിക ശേഷിക്ക് പോറലേൽക്കാതെ നിലവിലുള്ള ജനങ്ങളുടെ ജീവിതാവശ്യങ്ങൾ നിറവേറ്റാനാകണം പ്രകൃതിയെ നമുക്ക് സംരക്ഷിക്കാം, ഒപ്പം സുരക്ഷിതരുമായിരിക്കാം. നാളത്തെ സുരക്ഷിതത്വത്തിൻ്റെ പുലരിക്കായി നമുക്ക് കൈകൾ കോർക്കാം. ഇങ്ങനെ പറഞ്ഞിട്ടാണ് ഈ ചാപ്റ്റർ സ്റ്റോപ്പ് ചെയ്യണത്. കൂടുതൽ SCERT വീഡിയോകൾക്ക് ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യുക. താങ്ക് യു.